നമസ്കാരം, ന്യൂസ് ടൈമിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. യുഎയിൽ കോവിഡ് ബാധിതരുടെ പ്രതിദിന നിരക്ക് 1000-ൽ താഴെ. ഇന്ന് കണ്ടെത്തിയത് 990 കോവിഡ് കേസുകൾ മാത്രം. ദുബായിൽ ഒക്ടോബർ 3-ന് ശേഷം സ്കൂളുകളിൽ ക്ലാസുകൾ നേരിട്ട് മാത്രം. സ്കൂൾ പ്രവേശനത്തിന് കോവിഡ് വാക്സിനേഷൻ നിർബന്ധമില്ല. അബുദാബി ഇന്ത്യ സോഷ്യൽ സെന്ററിന്റെ ഓണ സമ്മാനം, പൊന്നോണ സ്മൃതികൾ അരങ്ങേറി. വിലപേശി സാധനങ്ങൾ വാങ്ങാം. മെഗാ മാർക്കറ്റിന് ലുലുവും ദുബായ് ഔട്ട്ലെറ്റ് മാളും കൈകോർക്കുന്നു. ന്യൂസ് ടൈം നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് Hypermarket, home delivered, luluhypermarket.com. ലുലു മണി ആപ്പ് കയ്യിലുണ്ടെങ്കിലും എപ്പോൾ ആവശ്യം അപ്പോൾ പണം. ഡൗൺലോഡ് ലുലു മണി ആപ്പ്. വിശദമായ വാർത്തകളിലേക്ക്. യുഎയിൽ പ്രതിദിന കോവിഡ് കേസുകൾ 1000-ൽ താഴെ. 8 മാസത്തിന് ശേഷമാണ് COVID-19 ബാധിതരുടെ പ്രതിദിന നിരക്ക് 1000-ൽ താഴെയായത്. കഴിഞ്ഞ 24 മണിക്കൂറിനിടെ 990 കേസുകളും 1675 രോഗമുക്തിയുമാണ് റിപ്പോർട്ട് ചെയ്തത്. 3,25,118 കോവിഡ് പരിശോധനയിലൂടെയാണ് 990 കേസുകൾ കണ്ടെത്തിയത്. കഴിഞ്ഞ വർഷം ഡിസംബർ 27-നായിരുന്നു ഇതിനു മുൻപ് രോഗികളുടെ എണ്ണം 1000-ൽ താഴെ വന്നിട്ടുള്ളത്. അന്ന് 944 കേസുകളായിരുന്നു റിപ്പോർട്ട് ചെയ്തത്. രാജ്യത്ത് വ്യാപകമായി നടക്കുന്ന വാക്സിനേഷൻ ക്യാമ്പയിനാണ് കോവിഡ് രോഗികൾ കുറയാൻ കാരണമായത്. ഏതാണ്ട് 85% പേർ പ്രതിരോധ കുത്തിവയ്പ് നടത്തി. ഇതിൽ 75% പേരും 2 ഡോസും എടുത്തവരാണ്. സ്വദേശികൾക്കും പ്രവാസികൾക്കും വാക്സിനേഷൻ സൗജന്യമാണ്. 3 വയസ്സിന് മുകളിലുള്ളവർക്ക് കുത്തിവയ്പ് ലഭിക്കും. ഇന്ന് 2 പേർ കൂടി മരിച്ചതോടെ ആകെ മരണം 2026 ആരോഗ്യ രോഗപ്രതിരോധ മന്ത്രാലയം അറിയിച്ചു. എല്ലാവരും സുരക്ഷാ മാനദണ്ഡം കൃത്യമായി പാലിക്കണം. നിയമലംഘനങ്ങൾ ശ്രദ്ധയിൽപ്പെട്ടാൽ ദുബായ് കൺസ്യൂമർ ആപ്പ് വഴിയോ 600545555 എന്ന നമ്പറിലോ consumerrights.ae വെബ്സൈറ്റ് സന്ദർശിച്ചോ വിവരം അധികൃതരെ അറിയിക്കാനാകുമെന്നും അധികൃതർ അറിയിച്ചു. ന്യൂസ് ഡെസ്ക്, അബുദാബി. ദുബായിൽ ഒക്ടോബർ 3-ന് ശേഷം ക്ലാസുകൾ നേരിട്ട് മാത്രം. സ്കൂൾ പ്രവേശനത്തിന് വാക്സിൻ നിർബന്ധമില്ല എന്നും അധികൃതർ അറിയിച്ചു. നിലവിൽ ദുബായിലെ 96% അധ്യാപകരും വാക്സിൻ സ്വീകരിച്ചു കഴിഞ്ഞതായും 12 മുതൽ 17 വരെ പ്രായമുള്ള കുട്ടികളിൽ 70% പേരും 1 ഡോസെങ്കിലും സ്വീകരിച്ചതായും അധികൃതർ വ്യക്തമാക്കി. ഒക്ടോബർ 3-ഓടെ ദുബായിലെ സ്കൂളുകളിൽ വിദൂര പഠനം അവസാനിക്കുകയും എല്ലാ കുട്ടികളും നേരിട്ട് സ്കൂളിൽ ഹാജരാകൽ നിർബന്ധമാവുകയും ചെയ്യും. ആഗസ്റ്റ് 29 മുതൽ ആരംഭിക്കുന്ന ക്ലാസുകളിൽ മാത്രമായി ഇത് മാറും. ശക്തമായ ആരോഗ്യ സുരക്ഷാ മുൻകരുതൽ സ്വീകരിച്ചുകൊണ്ടാകണം സ്കൂളുകളിൽ കുട്ടികളെയും ജീവനക്കാരെയും പ്രവേശിപ്പിക്കേണ്ടത്. സ്കൂൾ മാനേജ്മെന്റുകളുടെയും രക്ഷിതാക്കളുടെയും അഭിപ്രായം തേടിയ ശേഷമാണ് ഈ തീരുമാനമെടുത്തത്. ഒക്ടോബർ 3-ന് ശേഷം വിദൂര പഠനം നടത്താൻ വിദ്യാർത്ഥി മെഡിക്കൽ സർട്ടിഫിക്കറ്റ് ഹാജരാക്കണം. വാക്സിൻ എടുക്കാത്ത സ്കൂൾ ജീവനക്കാർ ആഴ്ചയിൽ PCR എടുക്കണമെന്നും നിർദ്ദേശമുണ്ട്. കോവിഡ് പോസിറ്റീവ് കേസുകൾ കണ്ടെത്തിയാൽ വിദ്യാർത്ഥി ഉൾപ്പെടുന്ന ക്ലാസ്സിലോ ഗ്രൂപ്പിലോ ബാച്ചിലോ താൽക്കാലികമായി വിദൂര വിദ്യാഭ്യാസം നടപ്പാക്കുമെന്നും അധികൃതർ അറിയിച്ചു. ന്യൂസ് ഡെസ്ക്, ദുബായ്. Except to say I love you. Hypermarket, home delivered, luluhypermarket.com. അബുദാബി ഇന്ത്യ സോഷ്യൽ സെന്ററിൽ ഓണാഘോഷം സംഘടിപ്പിച്ചു. പൊന്നോണ സ്മൃതികൾ എന്ന പേരിലാണ് ഇത്തവണ ഓണാഘോഷ പരിപാടികൾ നടന്നത്. കോവിഡ് സാഹചര്യത്തിൽ ഓൺലൈനിലൂടെയാണ് പരിപാടി സംഘടിപ്പിച്ചത്. ISC പ്രധാന വേദിയിലാണ് പരിപാടികൾ അരങ്ങേറിയത്. ആക്ടിംഗ് പ്രസിഡന്റ് ജോർജ് വർഗീസ് അധ്യക്ഷനായ ആഘോഷ പരിപാടിയിൽ ISC രക്ഷാധികാരിയും SFC ചെയർമാനുമായ K മുരളീധരൻ മുഖ്യാതിഥിയായിരുന്നു. ഭരണസമിതി അംഗങ്ങൾ ഓണാഘോഷത്തിന് തുടക്കം കുറിച്ച് നിലവിളക്ക് കൊളുത്തി. ട്രഷറർ ദിനേശ് പൊതുവാൾ ആമുഖ പ്രഭാഷണം നടത്തി. ഗായിക സോനോബിയ സഫർ ഗാനാലാപനവും ISC മ്യൂസിക് ക്ലബ് മെമ്പർമാർ ഓണപ്പാട്ടുകളും ആലപിച്ചു. തിരുവാതിരക്കളിയും നൃത്തപരിപാടികളും അരങ്ങേറി. അപർണ സത്യദാസ് ആയിരുന്നു പരിപാടി അവതരിപ്പിച്ചത്. ജനറൽ സെക്രട്ടറി ജോജോ അമ്പൂക്കൻ, അസിസ്റ്റന്റ് ജനറൽ സെക്രട്ടറി ജോർജ് വർഗീസ് തുടങ്ങിയവർ ആഘോഷങ്ങൾക്ക് നേതൃത്വം നൽകി.
പാട്ടീണം മൈലാഞ്ചി പാട്ടിനഴകൊടു കൂട്ടുകൂടും നേരം നല്ലോണം നമ്മൾ കോണം. ന്യൂസ് ഡെസ്ക് അബുദാബി. ഗൾഫ് മേഖലയുടെ റീറ്റെയിൽ ഷോപ്പിംഗ് ചരിത്രം മാറ്റി എഴുതിക്കൊണ്ട് ലുലു ഗ്രൂപ്പ് ദുബായ് ഔട്ട്ലെറ്റ് മാളുമായി ചേർന്ന് പുതിയ മെഗാ മാർക്കറ്റിന് തുടക്കം കുറിക്കുകയാണ്. ഇതോടെ ലോകത്തിലെ ഏറ്റവും വലിയ ഔട്ട്ലെറ്റ് മാളുള്ള നഗരമായി ദുബായ് മാറുകയാണ്. മൊത്തക്കച്ചവട വിലനിലവാരം ഉപഭോക്താക്കൾക്ക് ഉറപ്പാക്കിക്കൊണ്ട് വിലപേശൽ അടക്കമുള്ള സാധ്യതകൾ പ്രയോജനപ്പെടുത്തുന്ന രീതിയിലാണ് മെഗാ മാർക്കറ്റ് സജ്ജമാകുന്നത്. ഉന്നത മൂല്യമുള്ള വിഭവങ്ങൾക്ക് ഏറ്റവും കുറഞ്ഞ വില ഉറപ്പാക്കുകയും വൈവിധ്യമാർന്ന ഉൽപ്പന്നങ്ങളുടെ വിശാലമായ ലഭ്യത അവതരിപ്പിക്കുകയും ചെയ്യുന്ന രീതിയാണ് ലുലു ഗ്രൂപ്പ് മെഗാ മാർക്കറ്റിലൂടെ വിഭാവന ചെയ്യുന്നത്. നിലവിലുള്ള ദുബായ് ഔട്ട്ലെറ്റ് മാളിൽ 35 ലക്ഷം സ്ക്വയർ ഫീറ്റ് വിസ്തൃതിയിൽ അനുബന്ധമായിട്ടാണ് ലുലുവിന്റെ മെഗാ മാർക്കറ്റ് വരുന്നത്. ചുറ്റുവട്ടത്തുള്ള 12 ലക്ഷത്തിലധികം വരുന്ന താമസക്കാർക്കും പുറത്തുനിന്ന് വരുന്ന സന്ദർശകർക്കും 365 ദിവസവും ബാർഗെയിൻ മേളകൾക്ക് അവസരം ലഭിക്കുന്ന വിധത്തിലാണ് മെഗാ മാർക്കറ്റ് സജ്ജീകരിക്കുക. സിനിമ തിയേറ്ററും കമ്മ്യൂണിറ്റി ഇവന്റ് സ്പേസും സംഗീത പരിപാടികൾക്കുള്ള വിനോദ കേന്ദ്രങ്ങളും മെഗാ മാർക്കറ്റിലുണ്ടാകും. നൂതനമായ റീറ്റെയിൽ പ്രതലം സൃഷ്ടിച്ചുകൊണ്ട് ഉപഭോക്താക്കൾക്ക് സമ്പൂർണമായ പുതിയ അനുഭവം നൽകലാണ് മെഗാ മാർക്കറ്റിന്റെ ലക്ഷ്യമെന്ന് ലുലു ഗ്രൂപ്പ് ചെയർമാൻ യൂസഫ് അലി എം എ പറഞ്ഞു. ലുലു ഗ്രൂപ്പുമായി കൈകോർക്കുന്നതിലൂടെ മൂല്യാധിഷ്ഠിത ഷോപ്പിംഗ് എന്നത് പുതിയ ആഗോള നിലവാരം സൃഷ്ടിക്കുമെന്ന് ദുബായ് ഔട്ട്ലെറ്റ് മാളിന്റെ എക്സിക്യൂട്ടീവ് ഡയറക്ടർ അലി ഗമ്മസ് വ്യക്തമാക്കി. ന്യൂസ് ഡെസ്ക് ദുബായ്. You're so easy. Get it some. Come and save me. Get it some. Ain't nothing I can do except to say I love you. Hypermarket, home delivered. luluhypermarket.com. ദുബായ് കെയറിന്റെ പ്രവർത്തനങ്ങൾക്കായി റംസാനിൽ ദുബായ് കെയറിനായി ലുലു സമാഹരിച്ചത് 2,23,005 ദിർഹം. മുഹമ്മദ് ബിൻ റാഷിദ് അൽ മക്തൂം ഗ്ലോബൽ ഇനിഷ്യേറ്റീവ്സിന്റെ സന്നദ്ധ സേവന വിഭാഗമായ ദുബായ് കെയറിന്റെ പ്രവർത്തനങ്ങൾക്കായി ഉപഭോക്താക്കളിൽ നിന്ന് 1 ദിർഹം വീതമാണ് ലുലു സമാഹരിച്ചത്. ഈ തുക ലുലു ഗ്രൂപ്പ് ഡയറക്ടർ എം എ സലീം ദുബായ് കെയർ CEO അബ്ദുള്ള അൽ ഷഹീക്ക് കൈമാറി. 60 രാജ്യങ്ങളിലെ കഷ്ടത അനുഭവിക്കുന്ന 2 കോടി ജനങ്ങളിലേക്കാണ് ഈ സഹായങ്ങൾ എത്തുക. കുട്ടികളുടെ വിദ്യാഭ്യാസത്തിനും ജനതയുടെ ശാക്തീകരണത്തിനുമാണ് ഈ തുക ഉപയോഗിക്കുന്നത്. മലപ്പുറം കോട്ടയ്ക്കൽ കണ്ണഞ്ചേരി വീട്ടിൽ പരേതനായ അബ്ദുവിൻ്റെ ഭാര്യ ആയിഷ അബുദാബിയിൽ ഹൃദയാഘാതം മൂലം നിര്യാതയായി. 68 വയസ്സായിരുന്നു. മുനീർ, ഫൈസൽ, റഫിയ, ജിൻസിയ എന്നിവർ മക്കളാണ്. ജെറീഷ, ഫസ്ന, അബ്ദുള്ള പാറക്കോട്, അക്ബർ പട്ടാമ്പി എന്നിവരാണ് മരുമക്കൾ. കേരളത്തിലെ ഇന്നത്തെ കോവിഡ് സ്ഥിതി വിവര കണക്കുകൾ. കേരളത്തിലെ ഇന്നത്തെ മറ്റു പ്രധാന വാർത്തകളുമായി ടോപ്പ് 10 ന്യൂസിലൂടെ അബ്ദുൽ ജമീഷ് ചേരുന്നു. ലുലു മണി ആപ്പ് കയ്യിലുണ്ടെങ്കിൽ എപ്പോൾ ആവശ്യം അപ്പോൾ പണം. ഡൗൺലോഡ് ലുലു മണി ആപ്പ്. കഴിഞ്ഞ വർഷം സെക്രട്ടേറിയറ്റിലുണ്ടായ തീപിടുത്തത്തിൽ പോലീസ് അന്വേഷണം പൂർത്തിയായി. സംഭവത്തിൽ അട്ടിമറി ഇല്ല എന്നാണ് പോലീസ് കണ്ടെത്തൽ. തീപിടുത്തത്തിൽ ഉദ്യോഗസ്ഥർക്ക് പങ്കില്ല. കത്തിപ്പോയത് അപ്രധാന കടലാസുകളാണെന്നും പോലീസ് സമർപ്പിച്ച അന്തിമ റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നു. കോവിഷീൽഡ് പ്രതിരോധ വാക്സിന്റെ 2ാം ഡോസ് കുത്തിവയ്പ് എടുക്കാൻ എന്തിനാണ് 48 ദിവസത്തെ ഇടവേളയെന്ന ഹൈക്കോടതി. വാക്സിൻ ലഭ്യതയാണോ ഫലപ്രാപ്തിയാണോ വാക്സിനേഷന്റെ മാനദണ്ഡമെന്ന് അറിയിക്കണമെന്നും ഹൈക്കോടതി കേന്ദ്ര സർക്കാരിനോട് ആവശ്യപ്പെട്ടു. കിറ്റിക്സ് കമ്പനി സമർപ്പിച്ച ഹർജിയിലാണ് കോടതിയുടെ ചോദ്യം. സംസ്ഥാനത്ത് കോവിഡ് വർദ്ധിക്കുന്ന സാഹചര്യത്തിൽ പരമാവധി പേർക്ക് വാക്സിൻ നൽകി സുരക്ഷിതമാക്കാൻ ആരോഗ്യവകുപ്പ് മന്ത്രി വീണ ജോർജ് നിർദ്ദേശം നൽകി. സെപ്റ്റംബർ അവസാനത്തോടെ 18 വയസ്സിന് മുകളിലുള്ള എല്ലാവർക്കും ആദ്യ ഡോസ് വാക്സിൻ നൽകാനാണ് ലക്ഷ്യമിടുന്നത്. അതിനായി ജില്ലകളിൽ വാക്സിനേഷൻ പ്ലാൻ തയ്യാറാക്കി വാക്സിനേഷൻ യജ്ഞം ശക്തിപ്പെടുത്തണം. വാക്സിൻ വിതരണത്തിൽ കാലതാമസം ഉണ്ടാകാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. സിറിഞ്ചുകളുടെ ക്ഷാമവും പരിഹരിച്ചു വരുന്നുവെന്നും മന്ത്രി അറിയിച്ചു. ചാരക്കേസ് ഗൂഢാലോചനയിൽ സിബി മാത്യൂസിന് മുൻകൂർ ജാമ്യം. തിരുവനന്തപുരം ജില്ലാ സെഷൻസ് കോടതിയാണ് ജാമ്യം അനുവദിച്ചത്. കേസിന്റെ അന്വേഷണവുമായി ബന്ധപ്പെട്ട് CBI അറസ്റ്റ് ഉൾപ്പെടെയുള്ള നടപടികളിലേക്ക് കടക്കുമെന്ന സൂചനകൾ ഉണ്ടായിരുന്നു. ഈ സാഹചര്യത്തിലാണ് സിബി മാത്യൂസ് അടക്കം ഈ കേസിലെ പ്രതിപട്ടികയിലുള്ള ഉദ്യോഗസ്ഥർ മുൻകൂർ ജാമ്യാപേക്ഷ തേടി കോടതിയെ സമീപിച്ചത്. മുട്ടിൽ മരമുറി കേസിൽ കൺസർവേറ്ററായ IFS ഉദ്യോഗസ്ഥൻ NT സാജനെതിരെ കർശന നടപടി ആവശ്യപ്പെട്ടുകൊണ്ടുള്ള APCCF റിപ്പോർട്ടിന്മേൽ സർക്കാർ വിജിലൻസ് അന്വേഷണം പ്രഖ്യാപിക്കാത്തത് വിവാദമാകുന്നു. മരമുറി കേസിൽ ശക്തമായ നടപടിയെടുത്ത കീഴുദ്യോഗസ്ഥനെതിരെ സ്വഭാവഹത്യ നടത്തുന്ന രീതിയിലുള്ള ഗൂഢാലോചന NT സാജന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായി എന്നാണ്
APCCF റിപ്പോർട്ടിൽ പറയുന്നത്. സംഭവത്തിൽ ക്രിമിനൽ ഗൂഢാലോചനയോ സാമ്പത്തിക ക്രമക്കേടോ നടന്നിട്ടുണ്ടോ എന്ന കാര്യമാണ് വിജിലൻസ് അന്വേഷണ പരിധിയിൽ വരുന്നത്. മലബാർ കലാപം ബ്രിട്ടീഷ് വിരുദ്ധമായിരുന്നെന്നും അത് ദേശീയ സ്വാതന്ത്ര്യ സമരത്തിന്റെ ഭാഗമാണെന്നും CPM സംസ്ഥാന സെക്രട്ടറി A. വിജയരാഘവൻ ചരിത്രത്തെ നിരാകരിക്കാൻ കഴിയില്ല. RSS പറയുന്നത് ബ്രിട്ടീഷ് നയവും വ്യാഖ്യാനവുമാണെന്നും വിജയരാഘവൻ പറഞ്ഞു. തിരുവനന്തപുരത്ത് മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. മലബാർ കലാപത്തിന് നേതൃത്വം നൽകിയ വാര്യൻകുന്നത്ത് കുഞ്ഞഹമ്മദ് ഹാജി ഉൾപ്പെടെ 387 പേരെ സ്വാതന്ത്ര്യ സമര രക്തസാക്ഷി പട്ടികയിൽ നിന്ന് ഒഴിവാക്കാൻ ICHR ശുപാർശ നൽകിയെന്ന വാർത്തയിൽ പ്രതികരണവുമായി BJP സംസ്ഥാന വക്താവ് B. ഗോപാലകൃഷ്ണൻ. ICHRന്റെ നടപടി ഉചിതമാണെന്ന് ഗോപാലകൃഷ്ണൻ പ്രസ്താവനയിൽ പറഞ്ഞു. ഈ നടപടി സ്വാതന്ത്ര്യ സമര സേനാനികളോടുള്ള ആദരവാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. യഥാർത്ഥ സ്വാതന്ത്ര്യ സമര സേനാനികളോട് ICHR നീതി പുലർത്തി. വാര്യൻകുന്നൻ ഹാജി താലിബാനിസം നടപ്പാക്കിയ തെമ്മാടിയാണെന്നും അദ്ദേഹം കുറ്റപ്പെടുത്തി. മുൻ ഇന്ത്യൻ ഫുട്ബോൾ ടീം ക്യാപ്റ്റൻ ഒളിമ്പ്യൻ ചന്ദ്രശേഖരൻ അന്തരിച്ചു. 86 വയസ്സായിരുന്നു. വാർദ്ധക്യ സഹജമായ അസുഖത്തെ തുടർന്നായിരുന്നു അന്ത്യം. 1960 റോം ഒളിമ്പിക്സിൽ പങ്കെടുത്ത ഇന്ത്യൻ ഫുട്ബോൾ ടീമിൽ അംഗമായിരുന്നു. 1962 ഏഷ്യൻ ഗെയിംസിൽ സ്വർണ്ണ മെഡൽ നേടിയ ടീമിലെയും നിറസാന്നിധ്യമായിരുന്നു അദ്ദേഹം. ചിന്നക്കനാൽ സർവീസ് സഹകരണ ബാങ്കിനെതിരെ അഴിമതി ആരോപണം. LDF ഭരിക്കുന്ന ബാങ്കിനെതിരെ CPI നേതാക്കൾ തന്നെയാണ് ആരോപണവുമായി രംഗത്തെത്തിയിട്ടുള്ളത്. വ്യാജ പട്ടയത്തിന്മേൽ ബാങ്ക് ലോൺ നൽകിയതടക്കമുള്ള നിരവധി ആരോപണങ്ങളാണ് ഉന്നയിക്കപ്പെട്ടിരിക്കുന്നത്. ആരോപണങ്ങൾക്ക് മറുപടി നൽകണമെന്ന് CPI അംഗങ്ങൾ ബാങ്ക് സെക്രട്ടറിയോട് ആവശ്യപ്പെട്ടു. തൃക്കാക്കര നഗരസഭയിലെ പണക്കിഴി വിവാദത്തിൽ ചെയർപേഴ്സൺ അജിത തങ്കപ്പന്റെ രാജി ആവശ്യപ്പെട്ട LDF നഗരസഭയ്ക്ക് മുന്നിൽ അനിശ്ചിതകാല സത്യാഗ്രഹം തുടങ്ങി. കോൺഗ്രസ് നിയോഗിച്ച അന്വേഷണ കമ്മീഷന് അജിത തങ്കപ്പന്റെ മൊഴിയെടുക്കും. ചെയർപേഴ്സൺ പണം നൽകിയെന്ന ആരോപണം സത്യമാണെങ്കിൽ ശക്തമായ നടപടിയുണ്ടാകുമെന്ന് റവന്യൂ മന്ത്രി K. രാജൻ പറഞ്ഞു. ലുലു മണി ആപ്പ് കയ്യിലുണ്ടെങ്കിൽ എപ്പോൾ ആവശ്യം അപ്പോൾ പണം. ഡൗൺലോഡ് ലുലു മണി ആപ്പ്. You're so easy. Give me some. Come and save me. Give me some. Ain't nothing I can do except to say I love you. Hypermarket. Home delivered. luluhypermarket.com. UAE ഇന്നത്തെ കാലാവസ്ഥ പരിശോധിക്കാം. വെദർ അപ്ഡേറ്റ്സ് ബ്രോട്ട് യു ബൈ Redex Media Event Management Abu Dhabi. Redex Media Event Management Abu Dhabi. Being one of the leading media and entertainment companies in UAE, our mission is fulfilling your needs beyond your expectation in event management, aerial filming, underwater filming, indoor and outdoor photography, live webcasting, social media optimization, and multi-cam shooting. Contact us. Redex Media Event Management, Abu Dhabi, 0264 10050 05656 80050. Visit www.redexmedia.ae. സ്വർണ്ണവില വിനിമയ നിരക്കുകൾ. പ്രധാന വാർത്തകൾ വീണ്ടും. UAE കോവിഡ് ബാധിതരുടെ പ്രതിദിന നിരക്ക് 1000-ൽ താഴെ. ഇന്ന് കണ്ടെത്തിയത് 990 കോവിഡ് കേസുകൾ മാത്രം. ദുബായിൽ ഒക്ടോബർ 3-ന് ശേഷം സ്കൂളുകളിൽ ക്ലാസുകൾ നേരിട്ട് മാത്രം. സ്കൂൾ പ്രവേശനത്തിന് കോവിഡ് വാക്സിനേഷൻ നിർബന്ധമില്ല. അബുദാബി ഇന്ത്യ സോഷ്യൽ സെന്ററിന്റെ ഓണ സമ്മാനം പൊന്നോണ സ്മൃതികൾ അരങ്ങേറി. വിലപേശി സാധനങ്ങൾ വാങ്ങാം. മെഗാ മാർക്കറ്റിന് ലുലുവും ദുബായ് ഔട്ട്ലെറ്റ് മാളും കൈകോർക്കുന്നു. ന്യൂസ് ടൈം നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് Hypermarket. Home delivered. luluhypermarket.com. ലുലു മണി ആപ്പ് കയ്യിലുണ്ടെങ്കിൽ എപ്പോൾ ആവശ്യം അപ്പോൾ പണം. ഡൗൺലോഡ് ലുലു മണി ആപ്പ്. ഈ വാർത്താ ബുള്ളറ്റിൻ ഇവിടെ പൂർണ്ണമാകുന്നു. കൂടുതൽ വാർത്തകൾക്കും വിനോദ പരിപാടികൾക്കുമായി അബുദാബി 24/7 ഫേസ്ബുക്ക്, യൂട്യൂബ്, ഇൻസ്റ്റഗ്രാം സോഷ്യൽ മീഡിയ പേജുകൾ ഫോളോ ചെയ്യാം. വിശദമായ വാർത്തകൾക്ക് www.abudabi247.tv എന്ന വെബ്സൈറ്റും സന്ദർശിക്കാം. നമസ്കാരം. അബുദാബി 24/7. അബുദാബിയിൽ നിന്നും പ്രവാസികൾക്കായുള്ള ശബ്ദം.